ഇസ്രായേലുമായി നേരിട്ടുള്ള ചർച്ചകൾ നിരസിച്ച് ഹിസ്ബുള്ള തലവൻ നഈം ഖാസിം ഇസ്രായേലിനെ ശക്തമായി നേരിടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലുമായി നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടാൻ ഹിസ്ബുള്ള വിസമ്മതിച്ചതായി ഹിസ്ബുള്ള തലവൻ നഈം ഖാസിം തിങ്കളാഴ്ച ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലിനെതിരായ തുടർച്ചയായ പ്രതിരോധവും ആക്രമണവും ഊന്നിപ്പറഞ്ഞുവെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും അസാധ്യമാണെന്നും ഖാസിം പറഞ്ഞു. ഹിസ്ബുള്ളയുടെ സൈനിക നിലപാട് അദ്ദേഹം അടിവരയിട്ടു. ഞങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കില്ല. പ്രതിരോധവും യുദ്ധക്കളവും ഏറ്റുമുട്ടലിനുള്ള ഞങ്ങളുടെ സന്നദ്ധത തെളിയിച്ചിട്ടുണ്ട്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം ലെബനൻ സർക്കാരിന്റെ സമീപനത്തെയും വിമർശിച്ചിട്ടുണ്ട്. അധികാരികൾ അനാവശ്യവും സൗജന്യവുമായ ഒരു ഇളവ് നൽകാൻ തിടുക്കം കാണിച്ചു. ഇസ്രായേലുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഞങ്ങൾ വ്യക്തമായി നിരസിക്കുന്നു. അധികാരികൾ നേരിട്ടുള്ള ചർച്ചകൾ നിർത്തി പരോക്ഷ ചർച്ചകളുടെ പാത പിന്തുടരണം. അതേസമയം തെക്കൻ ലെബനനിൽ ആസന്നമായ ഭീഷണികളെ ലക്ഷ്യമിട്ട് തങ്ങളുടെ സൈന്യം ഞായറാഴ്ച ഓപ്പറേഷൻ നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഫോർവേഡ് ഡിഫൻസ് ലൈനിന് തെക്ക് IDF സൈനികർ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് സമീപിച്ച 3 തീവ്രവാദികളെ IDF സൈനികർ തിരിച്ചറിഞ്ഞു. ഇത് ആസന്നമായ ഭീഷണി ഉയർത്തുന്നു. തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഭീഷണി ഇല്ലാതാക്കുന്നതിനായി ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി തീവ്രവാദികളെ ഇല്ലാതാക്കിയെന്നും IDF പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയതെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. ദ്വിതീയ സ്ഫോടനങ്ങളും IDF റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ബിൻ ജബയിൽ സെക്ടറിന്റെ ആസ്ഥാനവും അധിക ഘടനകളും ഉൾപ്പെടെ നിരവധി ഹിസ്ബുള്ള സൈനിക ഘടനകൾ ആക്രമിക്കപ്പെട്ടു. ആക്രമണങ്ങൾക്ക് ശേഷം ദ്വിതീയ സ്ഫോടനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത് പ്രദേശത്ത് സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നുണ്ടെന്നും IDF വ്യക്തമാക്കി. രാഷ്ട്രീയ തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഇസ്രായേൽ സിവിലിയന്മാർക്കും IDF സൈനികർക്കും നേരെയുള്ള ഭീഷണികൾക്കെതിരെ IDF നിർണായകമായി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും IDF തങ്ങളുടെ നിലപാട് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. അതേസമയം ഞായറാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനനിലെ വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ദുർബലപ്പെടുത്തുകയാണെന്ന് വാദിച്ചു. ജൂതരാഷ്ട്രത്തിന്റെ വടക്കൻ അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുന്നത് തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി. സർക്കാർ യോഗത്തിന്റെ തുടക്കത്തിൽ സംസാരിച്ച നെതന്യാഹു മറിച്ചുള്ള ധാരണകൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ പ്രതിരോധ സേന ലെബനനിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഹിസ്ബുള്ളയുടെ ലംഘനങ്ങൾ ഫലപ്രദമായ വെടിനിർത്തൽ തകർക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. ലെബനനെ സംബന്ധിച്ചിടത്തോളം IDF അവിടെ സജീവമല്ലെന്ന് ഒരാൾക്ക് തോന്നാം. അവർ സജീവമാണ്. അവർ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. ഹിസ്ബുള്ളയുടെ ലംഘനങ്ങൾ അടിസ്ഥാനപരമായി വെടിനിർത്തൽ ലംഘിക്കുകയാണെന്ന് മനസ്സിലാക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രത്യേകിച്ചും ലെബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലയിലെ പൗരന്മാരെയും സൈനികരെയും സമൂഹങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രാഥമിക കടമയെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. നെതന്യാഹുവിന്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ സേന അമേരിക്കയുമായി അംഗീകരിച്ച നിയമങ്ങൾക്കനുസൃതവും ലെബനൻ കൂടി ഉൾപ്പെടുന്ന ഏകോപന ചട്ടക്കൂടിലുമാണ് പ്രവർത്തിക്കുന്നത്. ഏപ്രിൽ 23-ന് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഹിസ്ബുള്ളയിൽ നിന്നും സ്വയം സംരക്ഷിക്കാൻ ലെബനനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.